നമസ്കാരം, ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി ടൗണിലെ പലചരക്ക് കടയിൽ മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ച 1.6 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. പൂക്കോട്ട് തൊടുക അക്ബർ അലിയുടെ ഉടമസ്ഥതയിലുള്ള PT സ്റ്റോർ ആൻഡ് ബിരിയാണി സെന്ററിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ 4 പേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. പോത്തുകല്ല് പനങ്കയം പാതാർ വിരിപ്പുകണ്ടത്തിൽ ബാലകൃഷ്ണൻ, പാതാർ എടക്കുളങ്ങര മുരളീധരൻ, കൊട്ടുപാറ പാത്തൂരാൻ മുനീർ, പാതാർ കണ്ടമംഗലം ഷിജു എന്നിവരാണ് പിടിയിലായത്. കൊണ്ടോട്ടി കീഴ്ശ്ശേരി ടീച്ചർ പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടപ്പാളിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി KSRTC കുന്നിൽ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം നിർമ്മിക്കുന്ന ടാങ്കുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 2 ജലസംഭരണികളാണ് നിർമ്മിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 15 ദിവസങ്ങൾക്ക് മുമ്പ് അടച്ച മാണൂർ നടക്കാവിലെ ഭാരത് വിദ്യാഭവൻ സ്കൂൾ തുറന്നു. സ്കൂളിന്റെ 50 മീറ്റർ ദൂരത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെയാണ് വീണ്ടും ആരംഭിച്ചത്. പുലിഭീതി നിലനിൽക്കുന്ന കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മുള്ളിയാർകുരിശിയിൽ കെണി സ്ഥാപിക്കാനൊരുക്കി വനംവകുപ്പ് അധികൃതർ. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്ഥലത്ത് പരിശോധന നടത്തിയ DFO ഉൾപ്പെടെയുള്ള അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. 8 വയസ്സുകാരനെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ മാപ്പിളപ്പാട്ട് പരിശീലകനും മദ്രസ അധ്യാപകനുമായ പ്രതിക്ക് 9 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വട്ടപ്പാറ തൊഴുവാനൂർ ചെങ്കുണ്ടൻ വീട്ടിൽ മുഹമ്മദ് ഷായെയാണ് പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി S. സൂരജ് ശിക്ഷിച്ചത്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായി. ജില്ലയ്ക്കകത്തും പുറത്തുമായി വിവിധ മോഷണ കേസുകളിലെ പ്രതിയായ ബത്തേരി പഴയേരി സ്വദേശി ബഷീർ, കോഴിക്കോട് ഫറൂഖ് സ്വദേശി തോട്ടുപാടം മുനീർ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.